നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ദുരന്തർ എന്ന് പറഞ്ഞ സിനിമയെ കുറിച്ചിട്ടാണ്. ഡിസംബർ 5-ന് ആദിത്യദാർ സംവിധാനം ചെയ്ത പടമാണ് ദുരന്തർ. രൺവീർ സിംഗ് നായകനായിട്ടുണ്ട്. പിന്നെ അക്ഷയ് ഖന്ന, സഞ്ജയ് ദത്ത്, പിന്നെ അർജുൻ രാംപാൽ, മാധവൻ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളായിട്ടുള്ളത്. ഈ പടത്തിലെ മറ്റേ അക്ഷയ് ഖന്നൻ്റെ എൻട്രി ഓൾറെഡി ഫേമസ് ആയി കഴിഞ്ഞു, ഇന്ത്യ മൊത്തം കണ്ടു കഴിഞ്ഞു. അങ്ങനത്തെ ഒരു അവസ്ഥയിലെത്തിയിട്ടുണ്ട്. അത് ഒരു ബഹ്റൈനി സിംഗറാണ് പാടിയത്, ഫ്ലിപ്പറാച്ചി. ആ പാട്ട് ഞാനും വൈബ് ചെയ്തു. പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ക്ലിയർ പ്രൊപ്പഗണ്ട ഫിലിമാണ്. ക്ലിയർ പ്രൊപ്പഗണ്ട ഫിലിം വിത്ത് ഗുഡ് ഫിലിം മേക്കിംഗ്. ഇതിലെ കൊല്ലലൊക്കെ ഭയങ്കര ക്രിയേറ്റീവാണ്, കണ്ടാൽ എനിക്ക് മനസ്സിലാവും. അതേപോലെ റെയ്ഡ്, അവസാനത്തെ റെയ്ഡ്, കാർ റേസിംഗ് ഒക്കെ സെറ്റായിട്ടുണ്ട്. പ്രൊപ്പഗണ്ട ഫിലിം എന്ന് ചിലപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ തോന്നില്ല, കാരണം പാർട്ട് 2-ലാണ് എല്ലാം വരുന്നത്. പാർട്ട് 2-ൽ വേണമെങ്കിൽ മോദി വരും. കാരണം ഇപ്പോൾ ഡയറക്ടർ മുമ്പത്തെ പടം യൂറി സർജിക്കൽ സ്ട്രൈക്കാണ്. അതും ഒരു പ്രൊപ്പഗണ്ട പടമാണ്. മീൻസ് ദേശസ്നേഹം എന്ന ഒളിവിൽ ഇവർ BJP-നെ വളർത്താൻ ശ്രമിക്കുകയാണ്. യൂറി ദ സർജിക്കൽ സ്ട്രൈക്ക് പടത്തിങ്ങനെ ശ്രദ്ധിച്ചാൽ കാണാം, മോദിജിയുടെ അതേ മുഖമുള്ള ഒരാളെ കാണാം. മോദിജിയെ പൊക്കി 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 ആ പടത്തിൽ മേലെ ടെറസ് വരെ മുട്ടുന്നുണ്ട്. അതേപോലെ ഈ പടത്തിൻ്റെ സെക്കൻഡ് പാർട്ടിൽ മോദി വരും, പൊക്കി 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 ടെറസ് വരെ വെച്ചിട്ട് പടം അവസാനിപ്പിക്കും. ഇതാണ് അവരോട് ആദിത്യദാറിൻ്റെ മെയിൻ പണി, കാല് നാക്കി കൊടുക്കുക BJP-ൻ്റെ. അതുതന്നെ പടത്തിൽ ഇവർ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളോടുള്ള എതിർപ്പ് പാകിസ്ഥാനുമായിട്ട് കണക്ട് ചെയ്ത് പാകിസ്ഥാനോടുള്ള എതിർപ്പ് പോലെയാക്കിയിട്ട് സിനിമയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യും. പക്ഷേ ഇവിടെ എന്താ നടക്കുന്നത്? എവിടെ പോയാലും പള്ളി തകർക്കുന്നു, ഇന്ത്യയിലെ മുസ്ലിങ്ങൾ സുരക്ഷിതരല്ല. അതിന് പുറമെ ഇവർ ആ ഹെയ്റ്റ് വളർത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ദേശഭക്തി എന്നും പറഞ്ഞ് ദേശഭക്തി പടം എന്നും പറഞ്ഞ് ഇറക്കും BJP പടം. ഇതിൻ്റെ പാർട്ട് 2 നിങ്ങൾ കണ്ടോ? ദേശസ്നേഹം വാരി എറിയും. ദേശസ്നേഹം വരുമ്പോൾ നമുക്ക് ഒരു പടത്തിൽ, പണ്ടൊക്കെ ദേശസ്നേഹം എന്ന് പറയുമ്പോൾ നമുക്ക് പടം കാണാൻ ഒരു രോമാഞ്ചായിരിക്കും. അതേപോലെ ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മാച്ച് കാണുമ്പോൾ ഒരു രോമാഞ്ചായിരിക്കും. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്നത് ഒരു ഹെയ്റ്റ് പോലെയാണ് കാണുന്നത്. സംഭവം പാകിസ്ഥാനോട് മുമ്പ് കുറേ ചെയ്തിട്ടുണ്ട്, അത് ആ ഹെയ്റ്റ് എല്ലാവർക്കും ഉണ്ടാവും. പക്ഷേ ഇവർ ടാർഗറ്റ് ചെയ്യുന്നത് ഇന്ത്യയിലുള്ള മുസ്ലിമാണ്. അതാണ് പ്രധാന പ്രശ്നം. അതേപോലെ ഈ പടത്തിൽ അതുതന്നെ ഉള്ളു, മൊത്തം ഹെയ്റ്റ്. രൺവീർ സിംഗ് എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ വേസ്റ്റ് ഓഫ് ടാലൻറ്റ് എന്ന് പറയാം. നല്ല പടമാണെങ്കിൽ നമുക്ക് പ്രശംസിക്കാൻ എല്ലാവരെയും, എഡിറ്റർ എല്ലാവരും പ്രശംസിക്കും. പക്ഷേ ഈ പടം നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്നല്ല, പോയി കണ്ടു നോക്കൂ, നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് പറയാം. എനിക്ക് തോന്നിയ പോലെ ആയിരിക്കില്ല നിങ്ങൾക്ക് തോന്നിയത്. അതേപോലെ തന്നെ സാറ അർജുനും രൺവീർ സിംഗും വരുന്ന സീനൊക്കെ ഒരച്ഛനും മോളുമുള്ള ബന്ധം പോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം സാറ അർജുന് ഞാൻ +2 പഠിക്കുമ്പോൾ ആയിരുന്നു, ആൻമരി കലിപ്പിലാണ്. ആ പടത്തിൽ തന്നെ പുള്ളിക്ക് 10 വയസ്സ് അങ്ങനെയൊക്കെ ഉള്ളൂ. ആ പെൺകുട്ടി വളർന്നാലും ഇപ്പോൾ ഒരു 20 വയസ്സുള്ള പെണ്ണും 43 വയസ്സുള്ള രൺവീറും ഒരു സ്ക്രീനിൽ വരുമ്പോൾ ആ പെണ്ണിപ്പോഴും ചെറുതാണ്. മോളും അച്ഛനും പോലെയാണ് ആ പടത്തിലുള്ളത്.